വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു. ഡിസോക്കോ ഫർണിച്ചർ, വണ്ടൂർ, വെള്ളാമ്പുറം. പാലക്കയം കാട്ടുനായിക്ക നഗറിലെ ഭവന നിർമ്മാണത്തിലെ ക്രമക്കേട് പോലീസ് വിജിലൻസ് അന്വേഷിക്കണം. CPM വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കും മുൻപ് ഇടനിലക്കാരൻ മുഴുവൻ തുകയും കൈപ്പറ്റിയതായും ആരോപണം. വീടുകളുടെ പണി പൂർത്തീകരിക്കും മുൻപ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഒത്താശയോടെയാണ് പാലക്കാട് നഗറിലെ ഇടനിലക്കാരൻ മുഴുവൻ പണവും വാങ്ങിയതെന്ന് CPM ചാലിയാർ ലോക്കൽ സെക്രട്ടറി M വിശ്വനാഥൻ, ഗ്രാമപഞ്ചായത്ത് അംഗം PT ഉസ്മാൻ എന്നിവർ പറഞ്ഞു. വീടുകളുടെ പണി പൂർത്തീകരിക്കും മുൻപ് മുഴുവൻ തുകയും കൈപ്പറ്റി. വീടുകൾക്ക് ജനാലകൾ, വാതിലുകൾ എന്നിവ പൂർത്തീകരിച്ചിട്ടില്ല. ശൗചാലയങ്ങളുടെ പണിയും ഒന്നുമായിട്ടില്ല. പട്ടികൾ പ്രസവിച്ചു കിടക്കുന്ന ഇടങ്ങളായി ഈ വീടുകളുടെ പണി പൂർത്തീകരിക്കാത്ത ശൗചാലയങ്ങൾ മാറിക്കഴിഞ്ഞു. ഗുണഭോക്താക്കൾ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇടനിലക്കാരൻ ആവശ്യപ്പെട്ട പ്രകാരം ബാങ്കിൽ നിന്നും പണം തങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ കൈമാറി. മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി, പോലീസ് വിജിലൻസ് എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ടെന്നും ഇവർ പറഞ്ഞു. വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാതെ മുഴുവൻ തുകയും കൈപ്പറ്റിയ ഇടനിലക്കാരനെതിരെ നടപടി വേണം. കൂടാതെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാനും നടപടി സ്വീകരിക്കണം. ലൈഫ് ഭവന പദ്ധതിയിൽ പട്ടികവർഗ കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതമാണ് വീട് നിർമ്മാണത്തിന് നൽകുന്നത്. പുതിയ വീടുകളുടെ നിർമ്മാണത്തിനായി പഴയ വീടുകൾ പൊളിച്ചു മാറ്റുകയും ചെയ്തതിനാൽ ഈ കുടുംബങ്ങൾ വലിയ പ്രയാസത്തിലാണെന്നും ഇവർ പറഞ്ഞു. 2ാം വാർഡിൽപ്പെട്ട പാലക്കയത്ത് 8 കുടുംബങ്ങൾക്ക് 6 ലക്ഷം രൂപ വീതം 48 ലക്ഷം രൂപ ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിക്കുകയുണ്ടായി. പാലക്കയം കൃഷ്ണൻകുട്ടിയുടെ മകൻ ശ്യാംജിത്താണ് ഗുണഭോക്താക്കളിൽ നിന്ന് മുഴുവൻ തുകയും കൈപ്പറ്റിയതെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ വീടുകളുടെ ഒരു പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. വയറിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ജനലുകൾ വെച്ചിട്ടില്ല, വാതിലുകൾ വെച്ചിട്ടില്ല, കക്കൂസ് പോലും നിർമ്മിച്ചിട്ടില്ല. കക്കൂസിൻ്റെ ചുമര് മാത്രം നിർമ്മിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് ഇപ്പോൾ പട്ടി പെറ്റി കിടക്കുകയാണ്. ഞങ്ങളതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗുണഭോക്താക്കളെടുത്തുനിന്ന് മുഴുവൻ കാശും കൈപ്പറ്റി എന്നാണ് അവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. ബിന്ദു, അമ്മിണി, മിനി, രാജീവ് തുടങ്ങിയ 8ഓളം കുടുംബങ്ങളാണ്. ഈ 8 വീടുകളും ഒരേ രൂപത്തിലാണ് ഇപ്പോൾ പ്രവൃത്തി നടത്തിയിട്ടുള്ളത്. അതിൻ്റെ ബാക്കി അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല. അടുക്കളയില്ല. ഈ അടുക്കളയുടെ ഭാഗത്ത് 2-3 കട്ട വെച്ചുകൊണ്ട് അതിൽ നിന്നാണ് ഇപ്പോൾ ഇവർ പാകം ചെയ്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത്. വളരെ ശോചനീയമായ ഒരവസ്ഥയാണ്. ഞങ്ങളിപ്പോൾ ഈ ഇടയ്ക്ക് പാലക്കയം കോളനിയിൽ പോയി. പാലക്കയം എന്ന് പറഞ്ഞാൽ അത്രയും ദൂരെ കിടക്കുന്ന ഒരു പ്രദേശമാണ്. പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാൻ പറ്റാത്തൊരു പ്രദേശമാണ്. അവിടെ ജീപ്പ് അങ്ങനത്തെ സൗകര്യങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം വേണം അങ്ങോട്ട് പോകണമെങ്കിൽ. പക്ഷേ അവിടെ ഇപ്പോൾ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഈ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായി നിൽക്കുകയാണ്. അവരെല്ലാം ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ ഒരാൾ എടുത്തുനിന്ന് ഞങ്ങളോട് പൈസ മുഴുവൻ വാങ്ങിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് ഞങ്ങൾ വിജിലൻസിനും അതുപോലെ തന്നെ പട്ടിക വകുപ്പ് മന്ത്രിക്കും ഇതിനെ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർക്കും, കാരണം ലൈഫ് പദ്ധതിയുടെ ഈ കാര്യങ്ങളെല്ലാം നിർണ്ണയിക്കുന്നത് ഇവിടെ VOമാരാണ്. അത് ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറുടെ കീഴിലാണ്. അവർക്കടക്കം ഞങ്ങൾ കൃത്യമായ പരാതി അതിൽ കൊടുത്തിട്ടുണ്ട്. ആ പരാതി അന്വേഷിച്ച് ഉടനെ തന്നെ അതിൽ നടപടി വേണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. 8 കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം അനുവദിച്ച വീടിൻ്റെ മുഴുവൻ പണം ആദിവാസികളെ വേലി തന്നെ വെള്ളത്തുന്നു എന്നതുപോലെ ആദിവാസി ST നഗറിലുള്ള ഒരു പ്രമുഖൻ വാങ്ങിയെടുക്കുകയും ഇവർക്ക് മുഴുവൻ പൈസ വാങ്ങിയെടുത്ത് പണി തീർക്കാതിരിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. 6 ലക്ഷം രൂപ വെച്ചിട്ട് ഓരോ വീടിനും വാങ്ങി എല്ലാ ആളുകളും അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പണി പൂർത്തീകരിച്ചിട്ടില്ല. ഒറ്റ വീടിനും അടിയിട്ടിട്ടില്ല, അടുക്കളയില്ല, ബാത്റൂമിൽ പട്ടി പെറ്റി കിടക്കുന്നു. വലിയൊരു ദുരവസ്ഥയാണത്. സാധാരണഗതിയിൽ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി സ്ഥിരമായി ആദിവാസികളെ അണിനിരത്തിക്കൊണ്ട് അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ തന്നെയാണ് ഇവരെ ഇതുപോലെ പറ്റിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചാലിയാർ പഞ്ചായത്തിലെ ലോക്കൽ കമ്മിറ്റി ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അടിയന്തരമായി നടപടി സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആദിവാസി ഭവന നിർമ്മാണത്തിലെ ക്രമക്കേടിൽ വകുപ്പുതല അന്വേഷണവും പോലീസ് വിജിലൻസ് അന്വേഷണവും വേണമെന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P മനോഹരൻ ആവശ്യപ്പെട്ടു. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.